നമസ്കാരം. ഇന്നത്തെ പ്രധാന വാർത്തകളുമായി ഷാജി കടക്കൽ. ഒറ്റ ദിവസം കൊണ്ട് 15.19 ലക്ഷം കോടി രൂപയുടെ വളർച്ച നേടിയ ലോകത്തെ ഏറ്റവും സമ്പന്നൻ ഇലോൺ മസ്കിൻ്റെ ആകെ ആസ്തി 638 ബില്യണിലുമെത്തി. അതായത് 58 ലക്ഷം കോടി രൂപയിലെത്തി. എന്നാൽ ബ്ലൂംബർഗിൻ്റെ റിയൽ ടൈം ശതകോടീശ്വര പട്ടിക പ്രകാരം രണ്ടാം സ്ഥാനക്കാരനായ ഗൂഗിൾ സഹസ്ഥാപകനായ ലാറി പേജിൻ്റെ ആസ്തി 265 ബില്യണേ ഉള്ളൂ. അതായത് 24.11 ലക്ഷം കോടി രൂപ. 18ാം സ്ഥാനത്തുള്ള ഇന്ത്യക്കാരിൽ ഒന്നാമനായ റിലയൻസ് ഇൻഡസ്ട്രീസ് ചെയർമാൻ മുകേഷ് അംബാനിയുടെ ആസ്തി $106 ബില്യൺ. അതായത് 9.64 ലക്ഷം കോടി രൂപ. മുകേഷ് അംബാനിയുടെ ആകെ സ്വത്തിനേക്കാൾ കൂടുതലാണ് ഇന്നലെ ഒറ്റ ദിവസം മസ്കിൻ്റെ ആസ്തിയിലുണ്ടായ വളർച്ച. ടെസ്ല, സ്പേസ് എക്സ് എന്നിവയുടെ മേധാവിയായ മസ്കിൻ്റെ ആസ്തിയിൽ പൊടുന്നനെയുള്ള കുതിപ്പിന് കാരണം സ്പേസ് എക്സിൻ്റെ പ്രാരംഭ ഓഹരി വിൽപ്പന നീക്കമാണ്. ആദ്യമായാണ് ലോകത്ത് ഒരാളുടെ ആസ്തി 600 ബില്യൺ കടക്കുന്നത്. നടിയെ ആക്രമിച്ച കേസിൽ വിധി വന്നതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കണ്ട് അതിജീവിത ക്ലബ് ഹൗസിൽ ആയിരുന്നു കൂടിക്കാഴ്ച. കേരള ജനത ഒപ്പം ഉണ്ടെന്ന് അതിജീവിതയ്ക്ക് മുഖ്യമന്ത്രി ഉറപ്പ് നൽകി. സർക്കാർ ഉടൻ അപ്പീൽ പോകുമെന്നും മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയിട്ടുണ്ട്. പ്രതി മാർട്ടിൻ്റെ വീഡിയോയ്ക്കെതിരെ സർക്കാർ നടപടിയെടുക്കുമെന്നും പിണറായി വിജയൻ വ്യക്തമാക്കി. നടിയെ ആക്രമിച്ച കേസിലെ വിചാരണ കോടതി ഉത്തരവിനെതിരായ പ്രോസിക്യൂഷൻ അപ്പീൽ നടപടികൾ തുടങ്ങിയിട്ടുമുണ്ട്. 8ാം പ്രതി ദിലീപ് അടക്കമുള്ളവരെ വെറുതെ വിട്ട നടപടിയാണ് പ്രധാനമായും ചോദ്യം ചെയ്യുന്നത്. മസാല ബോണ്ടിലെ ED നോട്ടീസിൽ കിഫ്ബിക്ക് ആശ്വാസം. മസാല ബോണ്ട് ഇടപാടിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്ക് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് കാരണം കാണിക്കൽ നോട്ടീസ് അയച്ചതിൽ 3 മാസത്തേക്ക് സ്റ്റേ നൽകി ഹൈക്കോടതി. ED അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെ നോട്ടീസിനാണ് സ്റ്റേ നൽകിയിരിക്കുന്നത്. ED നടപടിക്കെതിരെ കിഫ്ബി നൽകിയ ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ട് 3 മാസത്തേക്കാണ് സ്റ്റേ. മസാല ബോണ്ട് വഴി സമാഹരിച്ച പണം ഭൂമി വാങ്ങാൻ ഉപയോഗിച്ചു എന്നായിരുന്നു എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ നോട്ടീസ്. താൻ സ്വർണം കട്ടെന്ന് ആരോപിക്കാതിരിക്കാൻ കഴിയുമോ എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് ചോദിക്കണമെന്ന് മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. വി ഡി സതീശനെതിരായ മാനനഷ്ട കേസ് കോടതി പരിഗണിച്ചപ്പോഴാണ് കടകംപള്ളി ഈ ആവശ്യം ഉന്നയിച്ചത്. ശബരിമല സ്വർണ്ണപ്പള്ളി കവർച്ചാ കേസിൽ ജീവനക്കാരെയോ രാഷ്ട്രീയ നേതാക്കളെയോ വിമർശിക്കുന്നതിന് താൻ എതിരില്ലെന്നും തന്നെ സ്വർണം കട്ടവനെന്ന് വിളിക്കരുതെന്നുമായിരുന്നു കടകംപള്ളിയുടെ അപേക്ഷ. ഇത്തരം ആരോപണം കേട്ട ശേഷം സ്വസ്ഥമായി വീട്ടിൽ കിടന്നുറങ്ങാൻ കഴിയില്ലെന്നും കടകംപള്ളി പറഞ്ഞു. കടകംപള്ളിയുടെ ആവശ്യം പരിഗണിക്കാമെന്ന് കോടതിയുടെ ചോദ്യത്തിന് ഇക്കാര്യം വി ഡി സതീശനോട് ചോദിച്ച ശേഷം പറയാൻ കഴിയുമെന്ന് അഭിഭാഷകൻ അറിയിച്ചു. വി ഡി സതീശൻ്റെ അഭിപ്രായം അറിയിക്കാനായി കോടതി കേസ് ഈ മാസം 18ലേക്ക് മാറ്റി. ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ ആർക്കാണ് ആത്മാർത്ഥിയെന്നും ആരാണ് ജനവിധി തമാശയെ കാണുന്നതെന്നും തെളിയിക്കുന്നതായിരുന്നു ഇന്നലെ പാർലമെൻറ്റിന് പുറത്തെ കാഴ്ചകളെന്ന് മന്ത്രി വി ശിവൻകുട്ടി. പാർലമെൻറ്റിന് പുറത്ത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് വിഷയം ഉന്നയിച്ച് UDF MPമാർ നടത്തിയ പ്രതിഷേധത്തെയാണ് ശിവൻകുട്ടി വിമർശിച്ചത്. ശബരിമലയെ അവഹേളിക്കുന്ന തരത്തിൽ പാരഡി ഗാനങ്ങൾ പാടി രസിക്കുന്ന കാഴ്ചയാണ് കണ്ടതെന്ന് മന്ത്രി പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകി മുൻ ദേവസ്വം സെക്രട്ടറി ജയശ്രീ ആരോഗ്യകാരണങ്ങൾ കണക്കിലെടുത്ത് മുൻകൂർ ജാമ്യം വേണമെന്നായിരുന്നു ആവശ്യം. ജയശ്രീയുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി നേരത്തെ തള്ളിയതിനെ തുടർന്ന് ഇവർ സുപ്രീം കോടതിയെ സമീപിച്ചത്. ദേവസ്വം സെക്രട്ടറി ജയശ്രീയും മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ S. ശ്രീകുമാറും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ കീഴടങ്ങുമെന്നാണ് ഹൈക്കോടതി നിർദ്ദേശം. പോറ്റിയെ കേറ്റിയെ പാട്ടിനെതിരെ DGPക്ക് പരാതി. മനോഹരമായ ഭക്തിഗാനത്തെ വികലമായി ഉപയോഗിച്ചുവെന്നും രാഷ്ട്രീയ ലാഭത്തിനു വേണ്ടിയാണ് പാട്ടിനെ വികലമാക്കിയതെന്നും കാണിച്ചാണ് പരാതി. കൂടാതെ രാഷ്ട്രീയ ലാഭത്തിലുള്ള പാട്ടിനൊപ്പം അയ്യപ്പനെ ചേർത്തത് വേദനിപ്പിച്ചുവെന്നും ഭക്തരെ അപമാനിച്ചുവെന്നും പാട്ട് പിൻവലിക്കണമെന്നും പരാതിയിൽ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. തിരുവാഭരണ പാത സംരക്ഷണ സമിതി ജനറൽ സെക്രട്ടറി പ്രസാദ് കൂഴിക്കാലയാണ് പരാതിക്കാരൻ. സ്ഥാനാർത്ഥികളുടെ നിര്യാണത്തെ തുടർന്ന് വോട്ടെടുപ്പ് മാറ്റിവെച്ച 3 തദ്ദേശ സ്വയംഭരണ വാർഡിലേക്കുള്ള പ്രത്യേക തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം നാളെ പുറപ്പെടുവിപ്പിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ A. ഷാജഹാൻ അറിയിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വിഴിഞ്ഞം വാർഡ്, മലപ്പുറം ജില്ലയിലെ മൂത്തേടം ഗ്രാമപഞ്ചായത്തിലെ പായിമ്പാടം വാർഡ്, എറണാകുളം ജില്ലയിലെ പാമ്പാക്കുട ഗ്രാമപഞ്ചായത്തിലെ ഓണക്കൂർ വാർഡ് എന്നിവിടങ്ങളിലാണ് പ്രത്യേക തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. കേരളത്തിലെ ലക്ഷക്കണക്കിന് തൊഴിലാളികൾക്ക് ഉപജീവനമാർഗം നഷ്ടപ്പെടും വിധത്തിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ അടിസ്ഥാന തത്വങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ പുതിയ ബിൽ അവതരിപ്പിച്ചതെന്ന് മന്ത്രി P. രാജീവ്. പദ്ധതിയെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ആസൂത്രിത ശ്രമങ്ങളുടെ ഏറ്റവും അവസാനത്തെ ചുവടാണിത്. തൊഴിലുറപ്പ് എന്നത് അവകാശം ആണെന്ന ആശയത്തിൽ നിന്ന് കേന്ദ്ര സർക്കാർ പൂർണ്ണമായും പിൻവാങ്ങുകയാണെന്നും മന്ത്രി വിമർശിച്ചു. ജീവിച്ചിരിക്കുന്നവരെ താൻ മരിച്ചെന്ന് BLO റിപ്പോർട്ട് നൽകിയതിനെ തുടർന്ന് വോട്ടർ പട്ടികയ്ക്ക് പുറത്തായെന്ന പരാതിയുമായി റിട്ടയർഡ് കോളേജ് അധ്യാപകൻ രംഗത്ത്. തേവള്ളി പാലസ് നഗറിൽ വൈദ്യ എസ്റ്റേറ്റ്
A3-ൽ വിൽസൺ EV ആണ് പരാതിക്കാരൻ. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടർ സ്ലിപ്പ് ലഭിക്കാതെ വന്നതോടെ നടത്തിയ പരിശോധനയിലാണ് മരിച്ചുപോയാൽ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തതായി വ്യക്തമായത്. BLOയുടെ റിപ്പോർട്ടിനെ തുടർന്ന് പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തെന്നും അദ്ദേഹം ആരോപിക്കുന്നു. ജോസ് കെ മാണിയെ UDFിൽ എടുക്കുമോ എന്നാൽ ഇതുവരെ ചർച്ച നടത്തുന്ന NK പ്രേമചന്ദ്രൻ MP ചർച്ച വന്നാൽ RSP അഭിപ്രായം അറിയിക്കുമെന്നും പ്രേമചന്ദ്രൻ പറഞ്ഞു. VC നിയമനത്തിൽ സർക്കാരും ഗവർണറും തമ്മിൽ ധാരണ. സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലറായ സിസ തോമസിനെ നിയമിച്ചു. ഡീറ്റെയിൽ സർവകലാശാല VCയായി സജി ഗോപിനാഥിനെയും ചാൻസലർ അംഗീകരിച്ചു. നിയമനം സംബന്ധിച്ച് ലോക്ഭവൻ വിജ്ഞാപനം പുറത്തിറക്കി. ഇന്ന് സുപ്രീം കോടതിയെ തീരുമാനം അറിയിക്കും. കണ്ണൂർ ADM നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ തുടരന്വേഷണം ആവശ്യപ്പെട്ട ഹർജിയിൽ വാദം ജനുവരി 19 തുടങ്ങും. തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതിയാണ് പരിഗണിക്കുക. അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ രാഷ്ട്രീയം കൂടി പരിശോധിക്കണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെടുന്നുണ്ട്. നവീൻ ബാബുവിൻ്റെ ഭാര്യ മഞ്ജുഷ ആണ് അന്വേഷണത്തിലെ വീഴ്ച ചൂണ്ടിക്കാട്ടി ഹർജി നൽകിയത്. കണ്ണൂർ പിണറായി ബോംബ് കയ്യിലിരുന്ന് പൊട്ടി. CPM പ്രവർത്തകന് ഗുരുതരമായ പരിക്ക്. വലത് കൈപ്പത്തിക്ക് ചെറിയ വിപിൻ രാജിനെ കണ്ണൂരെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. ഓലപ്പടക്കം പൊട്ടിയെന്നാണ് CPM വിശദീകരണം. അതേസമയം പാനൂരിൽ CPM സൈബർ ഗ്രൂപ്പുകൾ ലീഗ് പ്രവർത്തകർക്കെതിരെ കൊലവിളി തുടരുകയാണ്. ബിഗ് ബോസ് റിയാലിറ്റി ഷോ താരം ബ്ലസി അറസ്റ്റിലായി. ഓൺലൈൻ തട്ടിപ്പിൽ ലഭിച്ച പണം ക്രിപ്റ്റോ കറൻസിയാക്കി വിദേശത്തെത്തിച്ച കേസിലാണ് അറസ്റ്റ്. തിരുവനന്തപുരം വിമാനത്താവളത്തു നിന്നുമാണ് ബ്ലസിയെ അറസ്റ്റ് ചെയ്തത്. കേസിൽ നിരവധി പ്രതികൾ ഉൾപ്പെട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. കോഴിക്കോട് ജില്ലാ ക്രൈംബ്രാഞ്ചാണ് അന്വേഷണം നടത്തുന്നത്. കേസിലെ പ്രതികളായ 8 പേർ വിദേശത്തേക്ക് കടന്നിട്ടുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അറിയിച്ചു. സിനിമാ സീരിയൽ താരമായ ഭാര്യയെ തട്ടിക്കൊണ്ടുപോയി സിനിമാ നിർമ്മാതാവായ ഭർത്താവ്. കന്നഡ സിനിമാ നിർമ്മാതാവ് ഹർഷവർദ്ധനെതിരെയാണ് പരാതി ഉയർന്നിട്ടുള്ളത്. കടുവാഭീതിയെ തുടർന്ന് വയനാട്ടിലെ പനമരം കണിയാമ്പറ്റ പഞ്ചായത്തുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു. ജില്ലാ കളക്ടർ DR മേഘശ്രീയാണ് ഉത്തരവിട്ടത്. പനമരം ഗ്രാമപഞ്ചായത്തിലെ 6, 7, 8, 9, 14, 15 വാർഡുകളിലും കണിയാമ്പറ്റ ഗ്രാമപഞ്ചായത്തിലെ 5, 6, 7, 18, 19, 20, 21 വാർഡുകളിലുമാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. പനമരത്തിനടുത്ത പച്ചിലക്കാട് പിടിക്കം വയലിലാണ് കടുവയെ കണ്ടത്. 2 ദിവസമായി കടുവയ്ക്കായി തിരച്ചിൽ നടത്തുകയാണ് വനംവകുപ്പ്. കടുവയെ വനത്തിലേക്ക് തുരത്താനായില്ലെങ്കിൽ മയക്കുവെടി വയ്ക്കാനാണ് തീരുമാനം. ഇതിലുള്ള ഉത്തരവ് ഇന്ന് പുറപ്പെടുവിച്ചു. ഗോവയിലെ നിശ ക്ലബ്ബിന് തീപിടിച്ച് 25 പേർ മരിച്ച സംഭവത്തിൽ പ്രധാന പ്രതികളും ക്ലബ്ബ് ഉടമകളുമായ സഹോദരങ്ങൾ അറസ്റ്റിൽ. തായ്ലൻഡിലേക്ക് കടന്നിരുന്ന ഇവരെ അറസ്റ്റ് ചെയ്തതായി ഇന്ത്യയിൽ എത്തിക്കുകയായിരുന്നു. തീപിടുത്തം ഉണ്ടായ ഉടൻ ഇവർ ഗോവയിൽ നിന്ന് തായ്ലൻഡിലേക്ക് കടന്നു. തുടർന്ന് ഇവരെ പിടിക്കാൻ ഇന്റർപോൾ ബ്ലൂ കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.